നമസ്കാരം. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മേയർ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് വേണ്ടി ഓരോ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മേയറായി മാറിയിരിക്കുകയാണ്. അത് ആ മേയർ ആര്യ രാജേന്ദ്രൻ വന്ന കാലം മുതൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഏകദേശം 5 വർഷത്തോളം ആകാൻ പോകുന്നു. ഈ മേയറുടെ കാലാവധി തീരുവാൻ സമയമായിരിക്കുന്നു. എന്നാൽ മേയർ വന്ന കാലം മുതൽ ജനശ്രദ്ധ നേടുന്ന ഒരുപാട് പദ്ധതികൾ അവിടെ കൊണ്ടുവരികയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞതുമാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയർ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു മേയറായി ലോകത്ത് തന്നെ ഒരു സംഭവമായി മാറിയിരുന്നു. അന്നത്തെ മേയറായി ആര്യ രാജേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അത് ലോകത്ത് ഒട്ടാകെ അത് വാർത്താ മാധ്യമങ്ങളിൽ വരികയും അമേരിക്ക പോലുള്ള ഐക്യനാടുകളിൽ വരെ അവിടുത്തെ പത്രങ്ങളിൽ വരെ മേയർക്ക് സ്ഥാനം കിട്ടുകയും ചെയ്തിരുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് മറ്റൊരു കാര്യത്തിനാണ്. കാരണം ലൈഫ് ഭവന പദ്ധതിയിലൂടെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികൾക്കും അതുപോലെ തന്നെ താഴെക്കിടയിലുള്ള ജനങ്ങൾക്കും വേണ്ടി ലൈഫ് ഭവന പദ്ധതി കേരള ഗവൺമെന്റ് ഇപ്പോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 6 ലക്ഷത്തോളം വീടുകളാണ് കേരളത്തിൽ മാത്രം ഇപ്പോ നിർമ്മാണം പൂർത്തീകരിക്കുകയോ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത്. 6 ലക്ഷത്തിനടുത്തായി ഇപ്പോ തിരുവനന്തപുരം നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോ ഭാഗത്ത് നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഒരു നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഒരു വീട്ടിൽ അതിനു വേണ്ടിയിട്ടുള്ള ഈ മെറ്റിലും അതുപോലെ തന്നെ കല്ലും മണ്ണും ഒക്കെ ചുമന്നുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ വരും തലമുറകൾക്ക് ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ്. നമുക്ക് ആര്യ രാജേന്ദ്രൻ അവിടെ തിരുവനന്തപുരം നഗരസഭയുടെ പ്രദേശത്തുള്ള ഒരു വീടിന്റെ പണി പുരോഗമിക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം പണി ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറലായിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഈ ലൈഫ് ഭവന പദ്ധതിയിലാണ് ഇപ്പോ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ആര്യ രാജേന്ദ്രൻ തൊഴിലാളികളോടൊപ്പം ഇപ്പോ ആ പണിയെടുക്കുന്നത് നമ്മളിപ്പോ കണ്ടത്. അവിടെ എന്ത് പ്രവൃത്തി നടന്നാലും വളരെ സജീവമായി ഇടപെടുകയും അവിടുത്തെ ഈ നഗരസഭയെ പുരോഗമിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വളരെ സജീവമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് ആര്യ രാജേന്ദ്രൻ. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ ആ നഗരസഭയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഏറ്റെടുത്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നടത്തിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം തുടർഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോ ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടപ്പിലാക്കുന്ന ഓരോ പ്രവൃത്തികളും മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
അവിടുത്തെ ശുചീകരണ പ്രവർത്തനവുമായി ഒരു തൊഴിലാളി കൊല്ലപ്പെട്ടപ്പോഴും ഇതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ അവിടെ സജീവമായി ഇടപെടുകയും ആ പ്രശ്നങ്ങളിലൊക്കെ കാര്യഗൗരവമായിട്ട് എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതൊക്കെ ഏറ്റെടുക്കുന്ന കാര്യത്തിലും പരിഹരിക്കുന്ന കാര്യത്തിലും തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ സജീവമായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തുകൂടിയിരിക്കുന്ന സമയത്തിൽ തുടർഭരണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.